പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ, സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ, നിറവോലും പ്രഭയിൽ മുഴുകുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനെ ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. വാടിയ മുഖത്തോടെയാണ് അവൾ അന്ന് ആലയത്തിലേക്ക് വന്നത്. വാടിയ മുഖത്തോടെ, ക്ഷീണിതമായ മനസ്സോടെ, തളർന്നുപോയ ശരീരത്തോടെ, എല്ലാ വിധത്തിലും മ്ലാനതയുള്ള ഒരു മുഖവുമായി അവൾ വന്നു. സങ്കടത്തോടെയാണ് വന്നത്. ദേവാലയത്തിലേക്ക് വന്നത് അത് ദുഃഖത്തോടെയായിരുന്നു. ഏങ്ങടിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്നത്. കരയുന്നത് കൊണ്ട് അവളുടെ വാക്കുകൾ പുറത്തു വരാൻ പോലും പ്രയാസമായിരുന്നു. അസഹ്യമായ മനോദുഃഖം കൊണ്ട് കരഞ്ഞ് മനസ്സ് ക്ലേശിച്ച് അവൾ വിഷമിച്ച് വരികയായിരുന്നു. അവളുടെ വീട്ടിൽ അവളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. ഇതിന് വായിക്കുമ്പോൾ നമുക്ക് കാണാം 2-ാം വാക്യം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേര്. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കോ മക്കളില്ലായിരുന്നു. എൽക്കാന എന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ. ആ കാലങ്ങളിൽ
ഒന്നിലേറെ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിന് തെറ്റുള്ളതായിട്ട് നാം കാണുന്നില്ല. ഇന്നങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തിരുവതാരം ചെയ്തതിന് ശേഷം ഇന്ന് വളരെ വ്യക്തമായ ചില കൽപ്പനകൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വ്യക്തമായ പോകാനുള്ള വ്യക്തമായ വഴികൾ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അന്ന് ആ പഴയ കാലത്ത് മനുഷ്യർക്ക് ദ്വിഭാര്യത്വം, 2 ഭാര്യമാരുള്ള അവസ്ഥ അതെല്ലാം ഉണ്ടായിരുന്നു. ഈ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനിന്ന, മറ്റൊന്ന് ഹന്ന. പെനിന്നയ്ക്ക് മക്കളുണ്ടായി, പക്ഷേ ഹന്ന മച്ചിയായിരുന്നു. ഹന്നയ്ക്ക് മക്കളുണ്ടായില്ല. വലിയൊരു ദുരിതം പിടിച്ച ഒരു ജീവിതമായിരുന്നു അത്. കാരണം ഒരു വൈവാഹിക ജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നത് മക്കളിലാണ്. മക്കളുണ്ടാകുന്നില്ല, മക്കൾ ജനിക്കുന്നില്ല. വലിയ ദുഃഖമായിരുന്നു. അതിലേറെ ദുഃഖം, മക്കളില്ലാത്തതിന് ദുഃഖം സഹിക്കണമല്ലോ. അതിലേറെ ദുഃഖം പെനിന്ന നിരന്തരം ഹന്നയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, നിരന്തരം അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ വലിയ പ്രാർത്ഥനയും ഭക്തിയായിട്ട് നടന്നിട്ട് എന്താ കിട്ടിയത്? നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമോ? മക്കളുണ്ടാകുമോ? വെറുതെയല്ല നീ മച്ചിയായി പോയത്. നീ പുറമേ കാണിക്കുന്ന ഈ ഭക്തിയെല്ലാം വെറും പൂച്ച് മാത്രമാണ്, വെറും പുറംപൂച്ച് മാത്രം. ഇതെല്ലാം വെറും കാപട്യമാണ്. എന്തു ചെയ്ത് നിനക്ക് മക്കളുണ്ടാകാത്തത്? പെനിന്ന കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, അസഹ്യമായി അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ സമൂഹത്തിൽ, നാം ജീവിക്കുന്ന സമൂഹത്തിലും ചിലരെ ഒരുപക്ഷെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നവരും ചിലർ നമ്മെ പരിഹസിച്ചവരും ചില കാര്യങ്ങളിൽ കുറവുകളുണ്ട്. എല്ലാം തികഞ്ഞവരല്ലോ മനുഷ്യരാരും. ഏതെങ്കിലും എല്ലാം കുറവുകൾ നമുക്ക് കാണും. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ കാണും. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മെ അവമാനിക്കുന്ന ആളുകൾ കാണും, അവഹേളിക്കുന്ന ആളുകൾ കാണും. എന്നാൽ ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അതാണ് അത്യത്ഭുതകരമായൊരു സത്യം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ആരെല്ലാം ആക്ഷേപിക്കുമ്പോഴും, ആരെല്ലാം പരിഹസിക്കുമ്പോഴും, ആരെല്ലാം തരംതാഴ്ത്തുമ്പോഴും നമ്മുടെ ദയനീയാവസ്ഥയിൽ സഹതപിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹന്ന പ്രാർത്ഥിക്കുന്നുണ്ട്, ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മക്കളെ കിട്ടുന്നില്ല. എന്തുകൊണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അവൾ മച്ചിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഹന്ന സങ്കടത്തോടുകൂടി അവൾ ദേവാലയത്തിലേക്ക് പോയി. അവൾ സങ്കടത്തോടെ ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൻ്റെ വാതിൽക്കലേക്ക് എത്തിയുള്ളൂ. വാതിൽ തുറന്ന് കിടക്കുകയാണ്. അവളൊന്നും നോക്കിയില്ല. അങ്ങ് ഒത്തിരി അപ്പുറത്ത് അവിടെ അന്നത്തെ പുരോഹിതൻ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളൊന്നും കണ്ടില്ല. അവൾ ഒരേ ഒരു ചിന്തയോടുകൂടി നിറകണ്ണുകളോടുകൂടി അവൾ എത്തിയിരിക്കുകയാണ്. നിറകണ്ണുകൾ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്. അവിടെ വന്നപ്പോൾ കരച്ചിലങ്ങ് പൊട്ടിപ്പോയി. ദേവാലയത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചില്ല. ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വന്നപ്പോഴേക്കും അങ്ങ് പൊട്ടി കരച്ചിലായി. എങ്ങനെയെങ്കിലും കരച്ചിൽ അമർത്തണമല്ലോ എന്നുള്ളതുകൊണ്ട് വളരെ ശക്തമായി കരച്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശബ്ദം പുറത്ത് വരുന്നില്ല, പ്രാർത്ഥനയുടെ വാക്കുകൾ പുറത്ത് വരുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്ത് വരുന്നില്ല. കാരണം ഈ കരച്ചിൽ ഏങ്ങളടികളായി ഉയർന്നപ്പോൾ വാക്കുകൾ തിരിയുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ പുരോഹിതനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പുരോഹിതന് തോന്നി ഇവൾ ഒരുപക്ഷേ ലഹരി പിടിച്ചു വന്നിരിക്കുകയായിരിക്കുമോ? ഇവളീ കാണിക്കുന്ന ഈ കരച്ചിലും ഈ വിതുമ്പലും ഏങ്ങലടികളും മറ്റും ഒരു അഭിനയമാണോ? അല്ല, ഒരുപക്ഷെ ലഹരി പിടിച്ചുകൊണ്ടായിരിക്കുമോ? പുരോഹിതന് മനസ്സിലായില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളതായ നമ്മുടെ വേദനകൾ മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരികയില്ല. എത്ര ആത്മീയ നേതാവാണെങ്കിലും ആ ആത്മീയ നേതാവിനും നാം അനുഭവിക്കുന്ന തനതായ ദുഃഖങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. എന്തിന്? നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഭർത്താവ് പോലും നമ്മുടെ വേദനകൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയെന്ന് വരികയില്ല. സ്വന്തം ഭാര്യ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ നമ്മുടെ വിക്ഷോഭങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കിയെന്ന് വരികയില്ല. നമ്മുടെ തന്നെ ഉള്ളത്തിലുള്ളതായ ചില ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള അന്തസംഘർഷങ്ങൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെന്ന് വരികയില്ല. ഏതായാലും ഹന്ന ദേവാലയത്തിൽ ചെന്നു. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഏലി വിളിച്ചു പറഞ്ഞു, നിർത്ത്, എത്ര നേരം നീ ലഹരി പിടിച്ചുകൊണ്ടിരിക്കും? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ ദൈവത്തിന് സ്തോത്രം, വായിക്കാം. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. പുരോഹിതൻ പറഞ്ഞു, നീ ലഹരി പിടിച്ചിങ്ങോട്ട് വന്നതിനാണ്, നീ എൻ്റെ ലഹരി ഇറങ്ങട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ലഹരിയെല്ലാം ഇറങ്ങട്ടെ. ഈ രാവിലെ സമയത്ത് നീ ലഹരി പിടിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക്, ഈ വിശുദ്ധ സ്ഥലത്തേക്ക് നീ ലഹരിയോടുകൂടി വന്നിരിക്കുന്നു.
മദ്യപിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നത്? പുരോഹിതന് മനസ്സിലായില്ല. ഇവൾ എന്തിനാണ് കരയുന്നതെന്നോ അവളുടെ കരച്ചിലിൻ്റെ ആഴം എന്താണെന്നോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. നീ എത്രത്തോളം ലഹരി പിടിച്ചുകൊണ്ടിരിക്കും? നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അങ്ങനെയല്ല യജമാനെ, അങ്ങനെ വിചാരിക്കല്ലേ, എന്നെ നീച സ്ത്രീയായി വിചാരിക്കല്ലേ. അങ്ങനെയല്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഹൃദയം തകർന്നൊരു പാവം സ്ത്രീ, മനസ്സ് ഉലഞ്ഞു പോയൊരു സാധു സ്ത്രീ, നിരാശ മുറ്റിയൊരു സാധു സ്ത്രീ, ഉള്ളിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാവം സ്ത്രീ. അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. എൻ്റെ ഉള്ളത്തിലുള്ളതായ സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഞാൻ പകരുകയായിരുന്നു. വാക്കുകൾ ഉച്ചരിക്കാൻ വയ്യാത്ത വിധത്തിൽ എനിക്ക് കരച്ചിൽ വന്നുപോയി. യജമാനെ ക്ഷമിക്കണം. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഏതൊരു മനുഷ്യനും ഏത് പ്രതിസന്ധിയുടെ ഘട്ടം വന്നാലും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ഹൃദയം പകരുക. അതിന് നിങ്ങൾക്കൊരു പ്രാർത്ഥന മുറിയില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട്, നിങ്ങൾ വേറെ ആരും അറിയാതെ, ആരും അറിയണ്ട, ആരും കേൾക്കണ്ട, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരാം. നിങ്ങൾക്ക് പോർ ഡൗൺ യുവർ ഹാർട്ട് ടു ഗോഡ്. ദൈവത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഹൃദയത്തിൻ്റെ ഭാരം മുഴുവൻ അങ്ങ് ഇറക്കി വയ്ക്കാം. ഉള്ളിൽ നിറയെ ഭാരങ്ങളോട് വന്ന ആളുകളുണ്ട്. നിങ്ങൾ പലരും അങ്ങനെയാണ്, ഒരുപക്ഷെ എല്ലാവരും തന്നെ. ഒന്നല്ലെങ്കിൽ ഒന്ന് ഭാരങ്ങളുടെ വലിയൊരു കൂമ്പാരം, വലിയ ചുമടുകൾ പേറിയാണ് പലരും വന്നിരിക്കുന്നത്. വലിയ ക്ലേശങ്ങൾ സഹിച്ചാണ് പലരും വന്നിരിക്കുന്നത്. ഉള്ളത്തിൽ അസഹ്യമായ വേദന കൊണ്ട് വിങ്ങിയാണ് പലരും വന്നിരിക്കുന്നത്. ഏങ്ങലടികളിൽ ഒരുപക്ഷെ പുറത്ത് വരാതിരിക്കാൻ തക്കൊണ്ട് നിങ്ങൾ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ദുഃഖം തളം കെട്ടിയ മനസ്സുമായി വന്നിരിക്കുന്ന അനേകം ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഹൃദയം പകരുക. എവിടെ ഇരുന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഹൃദയം പകരുക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ഇപ്പോൾ നാം ഇവിടെ വന്ന് കൂടിയിരിക്കുന്നു, നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ മനോവിഷാദങ്ങൾ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ കാണുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവം കാണുക മാത്രമല്ല, അതിന് പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. മറ്റുള്ള മുമ്പിൽ പറഞ്ഞാലും പരിഹാരം കിട്ടുകയില്ല. പക്ഷേ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ പരിഹാരം കിട്ടും. എത്ര കൊടിയ പ്രശ്നമാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകർന്നാൽ നമുക്ക് പരിഹാരം കിട്ടും. അതൊന്ന് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചോദിച്ചു വാങ്ങേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചോദിച്ചു വാങ്ങേണ്ട ഒരു അനുഭവമാണ്. ഹൃദയം പകരുക. അയ്യോ യജമാനെ, അങ്ങനെയല്ല കേട്ടോ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. യജമാനെ, എന്നെ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. അടുത്ത വാക്യം, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. ഓ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, അടിയനെ നീച സ്ത്രീയായി വിചാരിക്കല്ലേ. ഉള്ളത്തിൻ്റെ സങ്കടം കൊണ്ട്, ഉള്ളു നിറഞ്ഞ ദുഃഖം കൊണ്ട് വലഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ട് എനിക്ക് നിർണ്ണയിക്കാൻ വയ്യാത്തതായ വലിയ ഭയങ്കരമായ വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു പോയതാണ്. യജമാനെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ മുഖം വാടി നാം വന്നിരിക്കുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം തീരുമാനിക്കാം, നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം മാറി നമുക്ക് എഴുന്നേറ്റ് പോകാം. ദൈവത്തിന് സ്തോത്രം. മുഖത്തിൻ്റെ വാട്ടം മാറാം, ഹൃദയത്തിൻ്റെ വാട്ടം മാറാം, മനസ്സിൻ്റെ ക്ഷീണം മാറാം, മനസ്സിൻ്റെ തളർച്ചകൾ മാറാം, മനസ്സിൻ്റെ വ്യസനങ്ങൾ മാറാം. എത്ര ഭാരമേറിയ പ്രശ്നമാണെങ്കിലും ശരി, എത്ര യാതനാപൂർണമായ അനുഭവമാണെങ്കിലും ശരി, നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരാം. ആർക്കും കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, എനിക്കതിന് യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്കതിന് അർഹതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. ഞാനൊരു പാവിയായ മനുഷ്യനല്ലേ എന്ന് ചിന്തിക്കേണ്ട. ശരിയാണ്. പക്ഷേ പാവിക്ക് ആശ്രയം ക്രിസ്തുവുണ്ട്. ജീവിതത്തിൽ ഇതുവരെയും തെറ്റുകൾ പറ്റിപ്പോയെങ്കിലും നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരം കർത്താവ് തരുന്നുണ്ട്. നമുക്ക് മോചനം പ്രാപിക്കാനുള്ള ഒരു സാധ്യത കർത്താവ് തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയം പകരാം, ഉള്ളു പകർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അവളുടെ മുഖം വാടിയില്ല എന്നാണ് പിന്നീട് നാം വായിക്കുന്നത്. അവളുടെ മുഖം വാടിയതുമില്ല. ഈ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയത്തിലുള്ളതായ ദുഃഖം മുഴുവൻ മുഖത്ത് പ്രതിബിംബിക്കുന്നു. മുഖം വാടിയാണ് വന്നിരുന്നത്. വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയത് മുഖം വാടിയാണ്. പക്ഷേ എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖത്തിൻ്റെ വാട്ടം മാറി. സത്യമാണിത്. നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന കാര്യമാണ്. ഇതൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട ഇത് അനുഭവിക്കാൻ. ഒന്നും വേണ്ട. അക്ഷരാഭ്യാസം പോലും വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു കാര്യമുണ്ടല്ലോ, ദുഃഖമുണ്ടല്ലോ, ചില പ്രശ്നങ്ങളുണ്ടല്ലോ,
നിങ്ങൾ അഴിക്കാൻ നോക്കിയിട്ട് അഴിയാത്ത ചില കുരുക്കുകളുണ്ടല്ലോ, നിങ്ങളിതൊന്ന് പരിഹരിക്കാൻ നോക്കിയിട്ട് സാധിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് വരിക. ഞാനതും കൂടി തെളിച്ച് പറയാം. നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാൻ പോലും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നാണ് എനിക്ക് എൻ്റെ അനുഭവം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കൂട്ടായ്മയിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്, അവരാരും രക്ഷപ്പെടുന്നില്ലല്ലോ. കൂട്ടായ്മയിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്, അവരാരും ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടിയിട്ടില്ലല്ലോ. കൂട്ടായ്മയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ ചിലരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടല്ലോ, മാഞ്ഞു പോയിരിക്കുകയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, പക്ഷേ മാഞ്ഞുപോയി. ഇതൊന്നും നാം ആരും അറിയുന്നില്ല, നാം ആരും ഗ്രഹിക്കുന്നില്ല. ചില മൂഢവിശ്വാസത്തിന് അടിമപ്പെട്ട്, അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് നാം ഇന്ന് കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹന്ന അവളുടെ ഹൃദയം പകർന്നു. നിങ്ങൾക്കും ഹൃദയം പകരാം. പറ്റിയ സമയമാണിത്. കർത്താവ് നമ്മുടെ അരികത്തേക്ക് വന്നിരിക്കുന്ന സമയമാണിത്. ഇത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരെ ദൂരെ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ ഓരോരുത്തരും വിശ്വസിക്കൂ, നിങ്ങളുടെ അരികത്തേക്ക് യേശു ഇപ്പോൾ വന്നിരിക്കുന്ന സമയമാണ്. യേശു നിങ്ങളുടെ അരികത്ത് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ആരെയെന്ന് കർത്താവ് നോക്കുന്നില്ല, നിങ്ങളുടെ യോഗ്യതകളൊന്നും കർത്താവ് നോക്കുന്നില്ല. ഒന്നിന് നിങ്ങൾക്ക് അർഹതയില്ല, നിങ്ങൾക്ക് ഉള്ളത്തിലറിയാം. അത് കർത്താവ് ഗവനിക്കുന്നേയില്ല, കണക്കാക്കുന്നില്ല. കർത്താവിൻ്റെ മോഹന സൃഷ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും. യേശുക്രിസ്തുവിൻ്റെ പ്രിയ സന്തതികളാണ് നിങ്ങൾ ഓരോരുത്തരും. യേശുക്രിസ്തുവിൻ്റെ പ്രിയ സഹോദരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. യേശുക്രിസ്തുവിൻ്റെ പ്രിയ ജനമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താണത്? സ്വന്തം ജനമാണ് നാം. നാം അകന്ന് നിൽക്കേണ്ടവരല്ല, നാം മാറി നിൽക്കേണ്ടവരല്ല, നാം ദൂരെ ദൂരെ മാറി നിൽക്കേണ്ടവരല്ല, നാം ചേർന്ന് വരേണ്ടവരാണ്. സ്വന്തം ജനമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കരുണ ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നിവിടെ വരാനിടയായത്. കരുണ ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വചനം കേൾക്കാനിടയായത്. കരുണ കിട്ടി, ദൈവത്തിൻ്റെ കരുണയാണത്. നിങ്ങൾക്ക് കേൾക്കാൻ കാതിന് കേൾവിയുണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണയാണത്. നിങ്ങൾക്ക് കാണാൻ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണയാണത്. നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരുവാനുള്ളതായ സാഹചര്യം കിട്ടിയല്ലോ, ദൈവത്തിൻ്റെ കരുണയാണത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണയാണത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിന് മുമ്പേ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അങ്ങനെ കരുണ ലഭിക്കാത്തവരെ ഇപ്പോൾ കരുണ ലഭിച്ചവരായി നാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ദൈവിക സാന്നിധ്യം കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഹൃദയം നിങ്ങൾക്ക് പകരാം. കർത്താവിൻ്റെ അരികിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം പകർന്നുകൊണ്ട് നമുക്ക് ഉള്ളു പകർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഭാരമേറിയ ചില ചുമടുകളും പേറിയാണ് ഞാനിത് വന്നിരിക്കുന്നത്. ഹെവി ബേഡൻസ്, ഭാരമേറിയ ചുമടുകൾ. കർത്താവേ, വയ്യ, എന്നെക്കൊണ്ട് വയ്യ. ഞാൻ തളർന്ന് വിഷമിച്ചു കർത്താവേ. പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞാൻ നീറി പുകയുകയാണ് കർത്താവേ. എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയില്ല കർത്താവേ. എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടിയിട്ടില്ല കർത്താവേ. എൻ്റെ കുടുംബത്തിൽ ഇന്നും അലോഹ്യങ്ങളുണ്ട്, കുടുംബത്തിൽ ഇന്ന് അസ്വരസങ്ങളുണ്ട്, ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇന്ന് ചില പ്രയാസങ്ങളുണ്ട് കർത്താവേ. നിനക്കറിയാമല്ലോ, നീ എല്ലാം അറിയുന്നതാണല്ലോ, ഞാനൊന്നും പറയണ്ടല്ലോ, നിനക്കറിയാമല്ലോ. പക്ഷേ കർത്താവേ, നിനക്കറിയാവുന്നത് ഞാൻ പറയുന്നത് എൻ്റെ കർത്താവേ എൻ്റെ വേദനയൊന്ന് തുറക്കാൻ വേണ്ടിയാണ്. ഞാനിത് തുറന്ന് പറയുന്നത് എൻ്റെ വേദനയൊന്ന് ശമിക്കാൻ വേണ്ടിയാണ്. ഞാനിത് പറയുകയാണ്. കർത്താവേ, എൻ്റെ അവസ്ഥ നീ കാണണമേ, എൻ്റെ ദുരിതം നീ ഒന്ന് കാണണമേ, എൻ്റെ പ്രയാസം നീ ഒന്ന് കാണണമേ. എൻ്റെ മനസ്സിൻ്റെ ആന്തരികമായ സംഘട്ടനങ്ങൾ, ഇന്നർ കോൺഫ്ലിക്ട്സ്, എൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ് നീ ഒന്ന് കാണണമേ കർത്താവേ. അകത്ത് സംഘട്ടനം, അകത്ത് യുദ്ധമാണ് എൻ്റെ ഹൃദയത്തിനകത്ത്. കർത്താവേ, ഞാൻ പലതും തോറ്റുപോകുന്നു. ഞാൻ പല തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷേ തീരുമാനങ്ങൾ പാലിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ വീണു പോകുന്നു കർത്താവേ, ഞാൻ തളർന്നു പോകുന്നു കർത്താവേ. ഇതിന് പരിഹാരമില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഭാരമേറിയ ചുമടും പേറി വരികയാണ്. ഭൗതികമായൊരു കാര്യമാണ് ഹന്നയ്ക്കുള്ളത്. നമുക്ക് പലർക്കും ഭൗതികമായ കാര്യങ്ങളുണ്ട്, പക്ഷേ ആത്മീയമായ കാര്യങ്ങളും കൂടിയുണ്ട്. ഹന്നയ്ക്ക് ആത്മീയമായ കാര്യങ്ങളുണ്ടായിരുന്നില്ല. അവൾ ദൈവഭക്തിയായിരുന്നു. അവൾ പാവം വരാതെ തന്നെ സൂക്ഷിച്ചിരുന്നു. പെനിന്നെ അവളെ അധിക്ഷേപിക്കുമ്പോഴും അവൾക്ക് പരിഭവം ഉണ്ടായിട്ടില്ല. പെനിന്നെ അവളെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും അവൾക്ക് അല്പം പോലും നിരാശ വന്നിട്ടില്ല. അവൾക്ക് ഒരേ ഒരു കാര്യം മാത്രം, കർത്താവേ, ഞാൻ നിന്ദിക്കപ്പെട്ടവളാണ് കർത്താവേ, നിന്ന് മാറ്റുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ നിന്ന് വഹിക്കുകയാണ്, അവമാനം വഹിക്കുകയാണ്. എൻ്റെ ആക്ഷേപവും ഞാൻ ഏൽക്കുന്ന പരിഹാസവും ഞാൻ ഏൽക്കുകയാണ്, സന്തോഷത്തോടെ ഏൽക്കുകയാണ്. എന്നാൽ കർത്താവേ, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ഏലി എന്ത് പറഞ്ഞു? 17-ാം വാക്യം. അതിനെ ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പുരോഹിതന് ആദ്യം മനസ്സിലായില്ലെങ്കിലും ഭാഗ്യവശാൽ ആ പുരോഹിതന് കാര്യം മനസ്സിലായി.
ആദ്യം അദ്ദേഹം തെറ്റിദ്ധരിച്ചു, ഇവൾ ലഹരി പിടിച്ചാണ് വന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അവൾ പറഞ്ഞ എളിമയോടുകൂടി പറഞ്ഞ വാക്കുകൾ അത് പുരോഹിതൻ്റെ ഹൃദയത്തെ തൊട്ടു. അദ്ദേഹം പറയുകയാണ്, മോളെ നീ സമാധാനത്ത് പോയിക്കോ, നീ യഹോവയുടെ സന്നിധിയിൽ കഴിച്ച അപേക്ഷ ദൈവം നിനക്ക് നൽകുമാറാകട്ടെ. പുരോഹിതൻ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ്, നീ കഴിച്ച അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ, നിൻ്റെ ആഗ്രഹം സാധിക്കുമാറാകട്ടെ. യഹോവയുടെ സന്നിധിയിൽ കഴിച്ച അപേക്ഷ ദൈവം നിനക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവത്തിന് സ്തോത്രം. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല, മുഖത്തിൻ്റെ വാട്ടം മാറി. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് മുഖം വാട്ടം മാറിയവരായി നിങ്ങൾ പോകണം. വാടിയ മുഖം മാറി പ്രസന്നമായ മുഖം ലഭിച്ചു. ആ ഒരു ഭാഗ്യം നിങ്ങൾ അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ ഓർക്കാറുണ്ട്. വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്കതും കേട്ട ഒരു ചെടുപ്പ് തോന്നും. ഞാൻ മുഖം വാടിയവനായിരുന്നു, മുഖം മ്ലാനമായിരുന്നു. അപ്പോൾ ഒരു വയസ്സിൽ എനിക്ക് അപ്പൻ മരിച്ചു പോയതിന് ശേഷം ഞാൻ മുഖം വാടിയനായിട്ട് ഞാൻ ജീവിച്ചു. എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. പറയത്തക്ക പ്രയാസങ്ങളൊന്നും ഭാഗ്യവശാൽ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അമ്മയെല്ലാം നോക്കിയിരുന്നു. എൻ്റെ അപ്പൻ്റെ സഹോദരന്മാരും കാര്യങ്ങളെല്ലാം സഹകരിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ മുഖം വാട്ടം മാറിയിരുന്നില്ല. പലതിലും എനിക്ക് അപകർഷത, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധമായിരുന്നു. പലതിലും എനിക്ക് ഒരിക്കലും ആശ്വാസം കിട്ടിയിരുന്നില്ല. കാര്യം ആഹാരത്തിന് മാർഗമുണ്ട്, ശരിയാണ്, അന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പൈസയ്ക്ക് തിരിഞ്ഞെടുക്കുമുണ്ട്, എങ്കിലും കാര്യങ്ങൾ നടന്നിരുന്നു. അന്ന് ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചപ്പനാണ് എനിക്ക് ഫീസ് കൊടുക്കാനൊക്കെ രൂപ തന്നുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ആ കാലങ്ങളിൽ എന്ത് മനോദുഃഖമായിരുന്നു എനിക്കുള്ളത്. വാടിയ മുഖത്തോടെ ഞാൻ ജീവിച്ചു. വാടിയ മുഖത്തോടെ ഞാൻ ക്ലാസ്സിൽ പോയി, പഠിക്കാൻ പോയി. വാടിയ മുഖത്തോടെ ഞാൻ യാത്ര ചെയ്തു. അന്ന് ഈ വീട് ഉറങ്ങിയ വീടായിരുന്നു. വീട് ഉറങ്ങിപ്പോയി നമ്മൾ പറഞ്ഞ് കരയാറുണ്ട്, വീട് ഉറങ്ങിപ്പോയി. ഞാൻ എന്തിനാണ് പിന്നെയും ഇത് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൻ്റെ അനുഭവം ഇതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. വീട് ഉറങ്ങിപ്പോയി. സന്തോഷങ്ങളില്ല, ചിരിയില്ല, വലിയ വർത്തമാനമില്ല, ഏതാണ്ട് മൂകത. വേലക്കാർ വരുമ്പോൾ, കൃഷിപ്പണികൾക്ക് ഉള്ളതുകൊണ്ട് വേലക്കാർ വരുമ്പോൾ കൂടുതൽ ആളുകളുണ്ടാവും, അവരോട് സംസാരിക്കും എന്നുള്ളതല്ലാതെ അതും പറയേണ്ട വാക്കുകൾ, ചുരുക്കം വാക്കുകൾ മാത്രം പറയുക. അങ്ങനെ ജീവിതം വിരസമായിരുന്നു. എൻ്റെ മുഖത്തിൻ്റെ വാട്ടം മാറി. എന്നാണെന്നോ, യേശുക്രിസ്തു ഈ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, യേശുനാഥൻ ഈ ഹൃദയത്തിൻ്റെ അധിപനായി വന്നപ്പോൾ, എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലായപ്പോൾ, യേശുവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ, സ്തോത്രം, യേശുക്രിസ്തുവിന് സജീവ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, സത്യമാണിത്. നാം ഇവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യേശു, ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാണുന്ന ഒരു യേശു, നിങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്ത് നിങ്ങൾ അരികത്തേക്ക് വരുന്ന യേശു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുക. യേശു നിങ്ങളോട് സ്നേഹമാണ്, വിശ്വസിക്കുക. യേശു നിങ്ങളെക്കുറിച്ച് കരുതലുണ്ട്, വിശ്വസിക്കുക. നിങ്ങളുടെ കാര്യം യേശു നോക്കിക്കൊള്ളും, വിശ്വസിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇന്ന് അധ്വാനിക്കുന്നവരാണ്, ഭാരം ചുമക്കുന്നവരാണ്, ഘനമേറിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് വിഷമിച്ച് നടക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ആവലാധികളും ജീവിതത്തിലെ അങ്കലാപ്പുകളും കൊണ്ട് ജീവിതമാകെ വിരസമായി പോയവരാണ്. എന്നാൽ യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു നീക്കുപോക്കുണ്ട്, ഒരു സമാധാനമുണ്ട്, പറയാനൊരാളുണ്ട്, വിളിച്ചപേക്ഷിക്കാനൊരാളുണ്ട്. വിളിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്ന ഒരു നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന് മൈലുകൾ സഞ്ചരിക്കാൻ സമയമെടുക്കേണ്ട ആവശ്യമില്ല. അവന് വെള്ളം തടസ്സമല്ല, വെള്ളത്തിൽ കൂടി നടന്നു വരും. ഒരത്യാവശ്യ ഘട്ടം വന്നാൽ നമ്മെ സഹായിക്കാൻ അവൻ പറന്നു വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളെ തലോടുവാൻ അവൻ്റെ കരം നീട്ടുന്നുണ്ട്. അവൻ്റെ കരം നീട്ടുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ അവൻ തൃക്കരം നീട്ടുകയാണ്. സ്നേഹവാനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. ഉപവാസമായിരുന്നു, ആഹാരം കഴിച്ചില്ലായിരുന്നു. ആഹാരം കഴിക്കാതെ പ്രാർത്ഥനയായിരുന്നു. അന്ന് ജലപാനമില്ലാതെ
അവൾ വനഞ്ഞ് വിഷമിച്ച് അവൾ ദേവാലയത്തിലേക്ക് വന്നു. അന്ന് അവൾ പിന്നീട് അവളുടെ മുഖം വാടിയില്ല. അവൾ പോയി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം വായിക്കുന്നത് യഹോവ അവളെ ഓർത്തു. വായിക്കാം 19 വാക്യം. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. യഹോവ അവളെ ഓർത്തു. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതും കരഞ്ഞതും കർത്താവ് കണ്ടിരുന്നു. യഹോവ അവളെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഓർക്കുന്ന ആ ഒരു ദൈവം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിൽ യഹോവ എന്നെ വിചാരിക്കുന്നു. യഹോവ എന്നെ ഓർക്കുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ഞാൻ നിസ്സാരനാണ്, പക്ഷേ ദൈവം എന്നെ ഓർക്കുന്നു. ഞാൻ അവൻ്റെ സന്നിധിയിൽ കഴിച്ച ചില പ്രാർത്ഥനകൾ അവൻ ഓർത്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന് അപേക്ഷിച്ചതായ ചില അപേക്ഷകൾ ക്രിസ്തു കണ്ടുവച്ചിട്ടുണ്ട്, എല്ലാം ഓർക്കുന്നുണ്ട്. കർത്താവ് മറന്നു പോകുന്നില്ല. നാം കർത്താവിനോട് പറഞ്ഞ ചില വാക്കുകൾ നാം മറന്നുപോയി. നാം ചില പ്രതിഷ്ഠകൾ എടുത്തു, അതും നാം മറന്നുപോയി. ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തു, അതും മറന്നുപോയി. പക്ഷേ യഹോവ എല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്ന ദൈവമൊന്നും മറക്കുന്നില്ല. യഹോവ അവളെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവേ, ഇപ്പോൾ നീ എൻ്റെ അരികിൽ തോന്നിരിക്കാൻ വിശ്വസിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, തൃക്കരം എൻ്റെ നേരെ നീട്ടണമേ. ആണിപ്പോഴുള്ള കരം ഞാനൊന്ന് മുത്തിക്കൊള്ളട്ടെ, ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ഈ അശുദ്ധമായ അധരങ്ങൾ കൊണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ഈ അശുദ്ധമായ ജീവിതത്തിൽ കർത്താവേ, എനിക്ക് അർഹതയില്ലെങ്കിലും നിൻ്റെ സ്നേഹത്തെ ഓർത്ത്, നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് ഞാൻ തൃക്കരം ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ. ആ തൃക്കരം ഞാൻ മുത്തിക്കൊള്ളട്ടെ. എൻ്റെ നാഥ, ആ തൃക്കരം ഞാൻ മുത്തുമ്പോൾ നിൻ്റെ ആ തൃക്കൈകളിലുള്ള തിരുരക്തം ഒരു തുള്ളി എൻ്റെ മേൽ വന്ന് വീണാൽ മതി. കർത്താവേ, മതി. ഞാൻ പൂർണ്ണമായി ശുദ്ധനാകും. എൻ്റെ പഴയ പാവങ്ങളെല്ലാം കർത്താവേ, നീ എല്ലാം മായ്ച്ചു കളയും. തിരുരക്തത്താൽ എന്നെ മായ്ച്ചു കളയും. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, ഇപ്പോൾ ഞാൻ അതിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പാപങ്ങൾ ഓർക്കല്ലേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ കണക്കിടരുതേ. ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്നെല്ലാം മായ്ച്ചു കളയണമേ. കർത്താവേ, എല്ലാ പാപങ്ങളുടെയും കടച്ചീട്ടുകളെല്ലാം കീറിക്കളഞ്ഞ് എനിക്ക് നീ മോചനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. പാപമോചനം കിട്ടുന്നതാണ് ഏറ്റവും വലിയ സൗഖ്യം. പാപമോചനം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ഭാഗ്യാനുഭവം പ്രാപിക്കാം, പാപമോചനം പ്രാപിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കൂ. സ്തോത്രം, സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവദായകമായ തിരുവഴികൾക്കായി സ്തോത്രം. സ്വർഗീയ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവേ, അയോഗ്യരും അനർഹരുമായി ഞങ്ങളെ അവിടെ സ്നേഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പാവച്ചെളിയെല്ലാം തിരക്തത്താൽ കഴിയുന്നതിനായി സ്തോത്രം. ഈ മക്കളെല്ലാം അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തൊരു വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.